ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഫിംഗറിൻ്റെ ഏറ്റവും താഴെ ഒരു സ്പൈറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു എലമെൻറ്റിനാണ് ഹംസ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ ഷേപ്പുള്ള പെറ്റൽ വരച്ച് അതിൻ്റെ താഴേക്കായിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് കേട്ടോ എഡിറ്റ് ആക്കിയിട്ടുള്ളത്. സ്പീഡാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ചു തരുന്നു ഇൻസ്റ്റയിൽ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം സ്ലോ ആക്കി എഡിറ്റ് ചെയ്തത്. അങ്ങനെ ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ടും വേറൊരു ഫ്ലവറും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഫിംഗറിൻ്റെ ഇവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതുമ്പോൾ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറേ ലൈൻസ് വരച്ചു കൊടുക്കുക. അതിന് നേരെ ഓപ്പോസിറ്റായിട്ടും ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രിഡ് ഡിസൈനൊക്കെ വരക്കുന്ന പോലെ തന്നെ ആദ്യം ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സുമൊക്കെ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കുക. അതല്ല ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ഫ്ലവറിൻ്റെ ഉള്ളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് അങ്ങനെ വരച്ചിടുകയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ 2 ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ 3 ലീവ്സ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ ഇതേപോലെ ക്യാപ്പ് ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ബോറായിട്ട് നിൽക്കില്ല. ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ വരുന്ന ഗ്യാപ്സിൽ ഇതേപോലെ 2 ലീവ്സ് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ മേലെ വരുന്ന ലീവ്സ് ഇതേപോലെ ചെറുതാക്കി വരയ്ക്കുക കേട്ടോ. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് പിന്നെ ഈ ഒരു ഫിംഗറിൻ്റെ താഴെ ഭാഗത്തും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ വരക്കുന്നത്. പിന്നെ നമ്മൾ താഴെ വരച്ചില്ല, അതേ സെയിം ഫ്ലവർ തന്നെയാണ് ഇവിടെയും വരക്കുന്നത്. അങ്ങനെ വരച്ചിട്ട് പിന്നെ മറ്റേ ഫിംഗറിൽ കൊടുത്ത അതേ ഗ്രിഡ് ഡിസൈൻ തന്നെ ഇവിടെയും കൊടുക്കുക കേട്ടോ. ശരിക്കും ഇങ്ങനെ വരക്കുമ്പോൾ ഇപ്പോൾ വരച്ച ഒരു ഫ്ലവർ അത് കുറച്ച് മേലെ ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രിഡ് ഡിസൈൻ ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് വരക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് വരക്കുന്ന ടൈമിൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഫ്ലവർ കുറച്ച് താഴ്ന്നു പോയത്. ശരിക്കും കുറച്ച് മേലക്കാക്കിയിട്ട് വരക്കാറുണ്ട് ഏറ്റവും നല്ലതുണ്ടായിരുന്നു. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതങ്ങനെ തോന്നി. പിന്നെ അത് മായ്ക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ഫ്ലവർ വരച്ചിട്ട് പിന്നെ അതിൻ്റെ താഴേക്കായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കാം കേട്ടോ. 2 ഇതേപോലെ സൈഡിലേക്കായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. നേരെ താഴേക്കായിട്ട് വരക്കാതെ സൈഡിലേക്കായിട്ട് വരച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹംസ് വെച്ച് താഴെ വരച്ചില്ലേ, ആ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുത്തല്ലോ, വൈന് വരച്ചു കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സൈഡിലേക്കായിട്ട് വരക്കാൻ പറഞ്ഞത്. നേരെ താഴെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡിസൈനുമ്പോൾ തട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച ഒരു ലുക്ക് ഈ ഒരു ഡിസൈന് കിട്ടില്ല. അപ്പോൾ സൈഡിലേക്കായിട്ട് വരക്കാൻ അങ്ങനെ കുറച്ച് സ്പേസ് വരുന്നിടത്ത് ഇതേപോലെ ചെറിയ ലീവ്സ് വരച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഫിംഗറിൽ ബാക്കി സ്പേസിൽ ഇതേപോലെ കുറേ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗം ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക. കുറച്ച് സ്പേസും കൂടി ഉണ്ട് ഇവിടെ ക്യാപ്പ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സ്പേസിൽ ക്യാപ്പ് ഫില്ലിങ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ കൊടുത്തത്. അങ്ങനെ മറ്റേ ഫിംഗറിൽ വരച്ച പോലെ ഈ ഫിംഗറിൻ്റെ അറ്റത്ത് ലീവ്സ് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫില്ലിങ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഔട്ട്ലൈന് കൊടുക്കണം, എന്നിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എവിടേക്കും പരക്കാതെ ഡിസൈൻ നമുക്ക് കിട്ടും, ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ചെറിയ ഫിംഗറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ആദ്യം നമ്മൾ ഫിംഗറിൻ്റെ താഴെ ഡിസൈൻ വരച്ചില്ലേ, അതിൻ്റെയൊക്കെ ഒരു നേരെ ഭാഗത്തായിട്ട് അതേപോലെയുള്ളൊരു ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വരച്ച പെറ്റൽ ശരിക്കും ഒരു ഷേപ്പ് ഇട്ടില്ല, പിന്നെ വീണ്ടും മായ്ച്ചു കൊടുക്കുക ചെയ്യണത്. പിന്നെ ഇതാ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ മറ്റേ ഡിസൈനിനൊക്കെ കൊടുത്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇതേപോലെ കൊടുക്കുക കേട്ടോ. ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇത് കുറച്ച് ഈ ഒരു സൈഡിലേക്ക് നിൽക്കുന്ന പോലെ കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെയുള്ള ലീവ്സ് വെച്ചിട്ടുള്ള ഡിസൈൻ കേട്ടോ. ആദ്യം കുറച്ച് സ്പേസ് വിട്ടിട്ട് വരക്കുക, പിന്നെ അതങ്ങനെ കൂട്ടി വരച്ച് കൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അതാ മേലെ ഭാഗത്തേക്കും
അതേപോലെ കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മറ്റേ ഫിംഗേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ഗ്രിഡ് ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിംഗറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഡിസൈൻ എത്തണമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടുന്ന് എന്തായാലും വരക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫിംഗറിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതേപോലെ 2 ലൈൻസ് കൊടുത്തിട്ട് പിന്നെ അതിന് ഹംസ് വരച്ചിട്ട് പിന്നെ ഗ്രിഡ് ഡിസൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നാലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ട് ആക്കുക. മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ.